ഞാനിപ്പോൾ ഉള്ളത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വലമ്പൂർ 6-ാം വാർഡിലാണ്. ഇവിടെ ഒരു കർഷകൻ്റെ 6 ആടുകളെയാണ് ഒരു അജ്ഞാത ജീവി കഴുത്തിന് കടിച്ച് കൊന്നത്. കർഷകൻ്റെ ഇത്തരം അവസ്ഥകൾ വളരെ വേദനാജനകമാണ്. എന്താണ് സംഭവിച്ചതെന്ന് പറയാം? ഞാൻ ആടുകളെ മേയിച്ച് കഴിഞ്ഞ് ഞാനൊരു 1 മണിയായ സമയത്ത് ഞാൻ അവിടെ ഒരെണ്ണത്തിനെ മാത്രം കെട്ടിയിട്ടിട്ട് തിരിച്ച് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞൊരു 2 മണിയോടുകൂടി ഒരാട് മാത്രം അവിടുന്ന് ഓടി കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാം. ആടുകൾ അങ്ങനെ സാധാരണ വരാറില്ല. ഇത് നിലവിളിച്ച് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ബാക്കിയുള്ള ആടുകളുടെ എല്ലാം ആടുകളെല്ലാം ചത്ത് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. കാരണം എല്ലാത്തിൻ്റെയും കഴുത്തിൽ എന്തോ ഒരു ചെറിയ അത് അനക്കം പോലെയുണ്ട്. ബാക്കിയുള്ള എല്ലാം ചത്ത്. കാരണം ഇവിടെ ഈ കഴുത്തിനാണ് എല്ലാം കടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തോ അതിൻ്റെ ചോര കുടിച്ച മാതിരിയാണ്. കാരണം മനസ്സിലാക്കാൻ പറ്റുന്നത് പുറത്തൊന്നും ഒരു ചോരയുടെ ഇതില്ല. ദേഹത്തൊന്നും വേറെ പരിക്കുകളൊന്നും കാണുന്നുമില്ല. ഈ കഴുത്തിൻ്റെ ഇവിടെ മാത്രമായിട്ടാണ് അതിൻ്റെ ഇത് വന്ന് കടിച്ചിട്ടുള്ളത്. ഈ ആട് ഫാമൊക്കെ നടത്തിയിരുന്നതാണ്. ഇതാണ് ഒരു ജീവിതമാർഗ്ഗമാണ്. അതെ, ഞാൻ എൻ്റെ അതൊരു സൈഡ്, നമ്മൾ കർഷകരല്ലേ, നമ്മളെ ഓരോ സൈഡും ഓരോ ആടും കൃഷിയും, അതായത് പശു അങ്ങനെയുള്ള കൃഷികളൊക്കെ നമ്മുടെ ഈ കൃഷിയുടെ ഭാഗമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലുള്ളായിരുന്നു ആടും വളർത്തലും. ഈ വനംവകുപ്പ് അവരൊക്കെ വന്ന് ഫോറസ്റ്റിന്റെ ആൾക്കാർ വന്നിരുന്നു. അവർക്കൊരു സംശയം വലിയ ജീവി അല്ലാന്ന് അവർ പറയുന്നത്. ചെറിയ വൂണ്ടായതുകൊണ്ട് ചെറിയ എന്തോ ഒരു ഇതാണ്, ചെറിയ ജീവികളാണ് ഇതായേക്കുന്നതാണ് അവർ പറയുന്നത്. മറ്റേ ഇതിന്റെ പിന്നെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. ഡോക്ടർ വന്നിരുന്നു, നമ്മുടെ പുഴക്കാട്ടിരി വെറ്റിനറി ഡോക്ടർ വന്നിരുന്നു. കാരണം അങ്ങാടിപ്പുറത്തിന്റെ ചാർജ് ഇപ്പം അദ്ദേഹത്തിനാണ്. അദ്ദേഹം വന്നിട്ടുണ്ട്. സൈഫുദ്ദീൻ എന്ന് പറഞ്ഞ ഡോക്ടർ വന്നിരുന്നു. പഞ്ചായത്തിൽ അറിയിച്ചിട്ട് അവരെന്തെങ്കിലും സഹായം ചെയ്യുന്ന? പഞ്ചായത്തിൽ നിന്ന് ഇതിന് പ്രത്യേകിച്ച് ഇതിൻ്റെതായ നമുക്കിങ്ങനെ ഒരു ധനസഹായം കിട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. പഞ്ചായത്തിൽ അങ്ങനത്തെ ഒരു വകുപ്പില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നഷ്ടം സ്വയം സഹിക്കേണ്ടി വരും. അത് വേണ്ടി വരും. നമ്മൾ കർഷകർക്ക് ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ തന്നെ അത് സഹിക്കേണ്ടി വരും. അത് ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ടോണി തോമസ് വടശ്ശേരി. ഒരു കർഷകനെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് ഒരു നല്ലൊരു നഷ്ടം തന്നെയാണിത്. അവന് പറ്റുന്ന വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് പോകുന്നുള്ളത്. കാരണം ഈ ഇത്ര ആടുകളെ വളർത്തി വലുതാക്കി അതുങ്ങളെ ഏകദേശം വിറ്റ് ഇത്ര കാശുണ്ടെങ്കിൽ അവൻ്റെ ലോണിലുള്ള കാലിൽ ഇതിൽ അടയ്ക്കുക എന്നുള്ള ഇതിലൂടെയാണ് നമ്മളൊരു കർഷകൻ ജീവിക്കുന്നത്. അല്ലാതെ കർഷകന് നാളത്തേന് നീക്കി വെക്കും എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അവൻ്റെ ലോൺ മാത്രമേ ബാധ്യതയുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു തീരാ നഷ്ടം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കർഷകർക്ക് എപ്പോഴും ബാധ്യത മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വന്യജീവി ആക്രമണം പല സ്ഥലങ്ങളിലുണ്ട്. മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലുണ്ട്. വലമ്പൂരിൽ തന്നെ പുലി സാന്നിധ്യം കണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 6 ആടുകൾ ഒരു ഫാമൊക്കെ വിപുലീകരിക്കാനിരുന്നതാണ് ടോമിസ്. അങ്ങനെ വിപുലീകരിക്കാൻ പ്ലാൻ ചെയ്തതാണ്. ഞങ്ങൾ 2-3 ആൾ കൂടിയിട്ട് ഇതിൻ്റെ ഒരു വലിയൊരു ഫാമാക്കി മാറ്റിയെടുക്കണം എന്നുള്ളൊരു താല്പര്യത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയിൽ വലിയൊരു ആട് ഫാമൊക്കെ നടത്തി ഓരോ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഒന്ന് സാമ്പത്തികമായി ഒന്ന് മെച്ചപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വേദനാജനകമായ സംഭവം ഉണ്ടാകുന്നത്. ഏതായാലും അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് സഹായിക്കാൻ വകുപ്പില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ കർഷകർക്ക് നഷ്ടം വന്നാൽ അവർ സ്വയം സഹിക്കണമെന്ന ആ ഒരു നിയമം മാറ്റിയെടുക്കേണ്ടതുണ്ട് സർക്കാരും. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നിള 24 ലൈവ്. വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്ര ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.